Hello dear friends, welcome to Arabic-Guidance Tutoring Part 7. Part 7-ൽ നമ്മൾ ലെറ്റർ ജോയിനിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ പാർട്ട് 6-ൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ നമ്മൾ 28 ആൽഫബറ്റ്സിൽ അലിഫ്, ദാൽ, ദാൽ, റാ, സ, വാവ് ഇത്രയും ലെറ്റേഴ്സ് മാറ്റി വെച്ചതിന് ശേഷം ദോദ് വരെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കവർ ചെയ്തത്. അപ്പോൾ ഇന്ന് തോ ആൻഡ് തോ ആൻഡ് തോ ആ ഒരു ഷേപ്പാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നതിന് ശേഷം മുകളിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ, തോയിൽ ഒരു ഡോട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഷേപ്പ് കുറച്ച് ഡിഫറെൻ്റ് മീൻസ് കഴിഞ്ഞ നമ്മൾ എഴുതിയ എല്ലാ ലെറ്റേഴ്സിനും ഉള്ളതിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇനിഷ്യലിലും മിഡിലും ലാസ്റ്റിലും ഈ ഒരു ഷേപ്പ് ഒരേ ഫോമിലാണ് വരുന്നത്. ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ഹാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്ര എഴുതിയാൽ നമുക്ക് സോദ്, ദോദ് അതിൻ്റെ ഷേപ്പുമായിട്ട് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെറ്റർ ഒരു വേർഡിൻ്റെ ഫസ്റ്റിൽ വന്നാലും മിഡിലിൽ വന്നാലും ലാസ്റ്റ് വന്നാലും ഒരേപോലെയാണ് എഴുതുന്നത്. ഒരേ ഷേപ്പിനെ എഴുതുക. ഫസ്റ്റിൽ വരികയാണെങ്കിൽ ഇങ്ങോട്ട് മാത്രം ജോയിനിങ് ലൈൻ കൊടുക്കുക. ഇവിടെ വേറെ ലെറ്റർ ഇല്ല. മിഡിലിൽ വരികയാണെങ്കിൽ ബിഫോറും ആഫ്റ്ററും ലെറ്റർ ഉള്ളത് കാരണം രണ്ട് സൈഡിനും ജോയിനിങ് ലൈൻ കൊടുക്കുക. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വേറെ ലെറ്റേഴ്സ് ഇല്ലാത്തത് കാരണം ഫുള്ളായിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് തോ ആൻഡ് തോ, ഈ ഒരു ഷേപ്പ് എവിടെ വന്നാലും ഫുൾ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ഫോം, ജോയിനിങ് ലൈൻ, മിഡിലിൽ വരുമ്പോൾ ഇവിടുന്ന് ജോയിനിങ് ലൈൻ വന്നതിന് ശേഷമാണ് ഇത് വരുന്നത്. ഇങ്ങോട്ടും ജോയിനിങ് ലൈൻ ഉണ്ട്. ലാസ്റ്റ് വരുമ്പോൾ ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ഇത് ഇങ്ങനെ എഴുതുക. അപ്പോൾ ഫസ്റ്റിലും മിഡിലും ലാസ്റ്റിലും എല്ലാം തോയും ഒരുപോലെയാണ് എഴുതുന്നത്. അപ്പോൾ ഇനി അത് ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ഇത് ഫസ്റ്റിലെത്തത് ജോയിനിങ് ലൈൻ കൊടുത്തു, ഇത് മിഡിൽ ഫോം, എഗെയിൻ ജോയിൻ ലൈൻ കൊടുത്തു, ഇത് ലാസ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. തോയാണെങ്കിൽ ഡോട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡോട്ട് ഇടുക. രണ്ട് ഷേപ്പിനും ഒരേപോലെയാണ്. അപ്പോൾ ഇത്രയും നേരം പഠിച്ച ലെറ്ററിൽ നിന്ന് വ്യത്യാസം ഇത് എല്ലായിടത്തും ഫുള്ളായിട്ട് എഴുതും എന്നുള്ളതാണ്. ഇനിയുള്ള ലെറ്ററിൻ്റെ ഷേപ്സ് ഐൻ ആൻഡ് ഘൈൻ. ഐൻ ആൻഡ് ഘൈൻ. ഐൻ ഇങ്ങനെ ലൈനിൻ്റെ താഴോട്ടാണ് പോകുന്നത്. ഘൈനും സെയിം തന്നെയാണ്, ഡോട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഐൻ ആൻഡ് ഘൈൻ. അപ്പോൾ ശ്രദ്ധിക്കുക. ഐൻ ആൻഡ് ഘൈനിൽ നമ്മളിവിടെ എഴുതുകയാണ്. ഐൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ആണ് ഹാഫ് ആവുന്നത്. അപ്പോൾ ഐൻ ഇനിഷ്യൽ ഫോമിലാണെങ്കിൽ ഹാഫ് തന്നെയാണ് എഴുതുന്നത്. ഐന് ഹാഫ് തന്നെയാണ് ഇനിഷ്യൽ ഫോമിൽ എഴുതുന്നത്. മിഡിലിൽ വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എഴുതുന്നത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ ബിഫോറിലുള്ള ലെറ്ററുമായിട്ട് ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് പോവുക. അതിനുശേഷം ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ, ഒരു കർവ്ഡ് ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ വരിക. ഈ ലൈനിന് കുറച്ച് മുകളിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുക. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരിക, ജോയിനിങ് ലൈൻ, ഫ്രണ്ടിലത്തെ ലെറ്ററിൽ നിന്നുള്ള ജോയിനിങ് ലൈൻ വരിക, മുകളിലോട്ട് പോവുക. അതിനുശേഷം ഇങ്ങനെ ഒരു കർവ്ഡ് ട്രയാങ്കുലർ ഷേപ്പിൽ വരിക. ഈ ലൈനിന് കുറച്ച് മുകളിൽ വെച്ച് ക്രോസ് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം അടുത്ത ലെറ്ററിലോട്ടുള്ള ജോയിനിങ് ലൈൻ പോവുക. അപ്പോൾ ചിലയിടത്തൊക്കെ ഇത് ഫില്ല് ചെയ്ത് കാണാറുണ്ട്. ഈ ഒരു ഷെയ്ഡ് കൊടുത്ത് ശ്രദ്ധിക്കുക. ഇങ്ങനെയും കാണാറുണ്ട്. ഫില്ല് ചെയ്യുകയും ചെയ്യാം, ഫില്ല് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഫോമിൽ വരുമ്പോൾ ഇതുപോലെയാണ് ഐൻ വരുന്നത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ ചരിഞ്ഞ് പോയതിന് ശേഷം ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് വരച്ച് ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് ഫോമിൽ എത്തിയതിന് ശേഷം താഴോട്ടിങ്ങനെ ഇതുപോലെ ഈ ലൈനിൻ്റെ താഴോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഐൻ ഘൈൻ ഈ രണ്ട് ഷേപ്പ്, ഈ ഒരു ലെറ്റേഴ്സിൻ്റെ ഷേപ്പുകളാണ് നമ്മൾ ലാസ്റ്റിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് കാണുന്നത്. ബാക്കി എല്ലാ ലെറ്റേഴ്സും അതുപോലെ തന്നെയാണ് ലാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഐൻ, ഘൈൻ എന്നിവയ്ക്കുള്ള ഷേപ്പാണ്. ഇപ്പോൾ ഘൈൻ ആണെങ്കിൽ ഡോട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇനി മുകളിൽ എഴുതാം. ഇനിഷ്യൽ ഫോം,
ഫൈനൽ മിഡിൽ ഫോമിൽ വരുമ്പോൾ ഇങ്ങനെ വരിക, ഇങ്ങനെ പോകുന്ന. ഷെയ്ഡ് ചെയ്യുന്നവർക്ക് ഷെയ്ഡ് ചെയ്യാം. മുകളിലോട്ട് പോയി ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വളഞ്ഞു വരിക. ഈ സിംഗിൾ ലൈനിൻ്റെ അവിടെ വന്നതിന് ശേഷം താഴോട്ട് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇനിഷ്യൽ, മിഡിൽ, ഫൈനൽ, ഈ ഒരു ഫോമിലാണ്. ഘൈൻ ആണെങ്കിൽ ഡോട്ട് ഇടുക. ഇവിടെ ഒരു ഡോട്ട്, ഇതിലും ഡോട്ട്, ഇവിടെ 3 ഡോട്ട് ഇടുക. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഐൻ, ഘൈൻ എന്നിവ എഴുതുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഷേപ്പ് നമുക്ക് നോക്കാനുള്ളത് ഫായാണ്. ഫായും കോഫും ഒരേ ഷേപ്പാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ലൈനിലായിട്ട് എഴുതാം. ഫാ, ഒരു ഡോട്ടുള്ള ഫാന് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് ഇനിഷ്യലിലും മിഡിലും ഹാഫാണ് എഴുതുന്നത്. ഇനിഷ്യലിൽ ഹാഫാണ്, ജോയിനിങ് ലൈൻ ഇങ്ങോട്ടുണ്ട്. മിഡിലിൽ വരുമ്പോൾ ബിഫോറും ആഫ്റ്ററും ലെറ്റർ ഉള്ളത് കാരണം 2 സൈഡിനും ജോയിനിങ് ലൈൻ ഉണ്ട്. എൻഡിൽ വരുമ്പോൾ ഫുള്ളായിട്ട് എഴുതും. ഈ സൈഡിന് മാത്രമേ ജോയിനിങ് ലൈൻ ഉള്ളൂ, ഡോട്ടുണ്ട്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് പോലെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫാ ഐസൊലേറ്റഡ് ഫോമിൽ ഇങ്ങനെയാണ്. ഇനി അത് ഒരു വേർഡിൻ്റെ ഫസ്റ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെയാണ് ഹാഫ് എഴുതുക. മിഡിലിൽ വരുമ്പോഴും അതുപോലെ തന്നെ ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ഹാഫ് എഴുതുക. എൻഡിൽ വരുമ്പോൾ ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ഫുൾ ഫോമിൽ എഴുതുക. ഇതാണ് ഫാ. പിന്നെ ജോയിൻഡ് ഫോമിൽ എഴുതുമ്പോൾ ഫസ്റ്റിലത്തെ ഫാ, മിഡിലത്തത് ലാസ്റ്റിലത്തെ ഫോ. ഇത് തന്നെയാണ് ഫാ സ്വീകരിക്കുന്ന ഷേപ്സ്. നമ്മൾ ഇതുവരെ നേരത്തെ പഠിച്ച അതേപോലെ തന്നെയാണ് ഹാഫ്, ഫുള്ള്. അപ്പോൾ ഇനി വരുന്നത് കോഫാണ്. കോഫിനും സെയിം തന്നെയാണ്, ഈ ഫായുടെ സെയിം ഷേപ്പ് തന്നെയാണ്. എൻഡ് വരുമ്പോഴുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിഷ്യൽ ഐസൊലേറ്റഡ് ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഫാ ലൈനിന് മുകളിൽ കോഫ് ലൈനിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് നിൽക്കുന്നത്. 2 ഡോട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസമാണ്. അതുപോലെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫോമിൽ വരുമ്പോൾ, ഇനിഷ്യലിൽ വരുമ്പോൾ, ഒരു വേർഡിൻ്റെ ആദ്യത്തെ ലെറ്ററായിട്ട് വരുമ്പോൾ ഹാഫ് തന്നെയാണ് എഴുതുന്നത്, 2 ഡോട്ടുണ്ട്. ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്, 2 ഡോട്ടുണ്ട്. മിഡിലിൽ വരുമ്പോഴും അതുപോലെ തന്നെയാണ്, 2 ഡോട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത്. ഇതിന് 1 ഡോട്ടും ഇതിന് 2 ഡോട്ടും. എൻഡിൽ വരുമ്പോൾ ലൈൻ വന്നതിന് ശേഷം ഇത് കുറച്ച് ലൈനിൻ്റെ താഴോട്ട്, ഈ സിംഗിൾ ലൈനിൻ്റെ താഴോട്ടാണ് നിൽക്കുന്നത്. നമ്മളെ ബുക്കിലെ സിംഗിൾ ലൈൻ ഉണ്ട്, അതിൻ്റെ താഴോട്ടാണ് കോഫ് നിൽക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ കോഫ്, 2 ഡോട്ടുണ്ട് കോഫിന്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഉള്ളത് കാഫ് ആൻഡ് ലാം. ആ 2 ലെറ്റേഴ്സും കൂടി നമുക്ക് ഈ ഒരു പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. കാഫ് ആൻഡ് ലാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ലാം ആണ് നോക്കുന്നത്. കാഫും ലാമും, ലാമാണ് ഫസ്റ്റിൽ നോക്കുന്നത്. ശ്രദ്ധിക്കുക, ലാം ഇങ്ങനെയാണ് എഴുതുന്നത്. ലാമും ഇതുപോലെ തന്നെ ഹാഫാണ് എടുക്കുന്നത്. ഫസ്റ്റിൽ വരുമ്പോൾ ഹാഫ് എടുക്കുക, ഇങ്ങോട്ട് മാത്രം ജോയിനിങ് ലൈൻ കൊടുക്കുക. മിഡിലിൽ വരുമ്പോൾ 2 സൈഡും ജോയിനിങ് ലൈൻ കൊടുക്കുക. എൻഡിൽ വരുമ്പോൾ ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ഫുൾ ലെറ്റർ എഴുതുക. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ലെറ്റേഴ്സും, ഈ 3 ലെറ്റേഴ്സ് ഒഴികെയുള്ള ഈ 2 ലെറ്റേഴ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ലെറ്റേഴ്സിനും നോക്കുന്ന അതേ ഇത് തന്നെയാണ് ലാമും. ഹാഫ്, ഫുള്ള്. അപ്പോൾ ശ്രദ്ധിക്കുക, ലാം,
മിഡിൽ വരുമ്പോൾ രണ്ട് സൈഡിലോട്ടും ജോയിനിങ് ഉണ്ട്. എൻഡിൽ വരുമ്പോൾ ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ലാം എഴുതും. ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ലാം ലാം ലാം. ഇത്രയാണ് ലാമിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് കാഫാണ്. കാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പായിട്ട് മാറും ഇത്. കാഫിൽ നമ്മൾ ഹാഫ് എടുക്കുകയാണെങ്കിൽ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലാമിനെ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് കാഫിന് ഷേപ്പ് ഡിഫറെൻ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കാഫ് എഴുതുമ്പോൾ ഇങ്ങനെ ലൈനാണ് പോകുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ചരിഞ്ഞ് വരയ്ക്കുക. ഒരു ചെരിഞ്ഞ ലൈൻ വന്നതിന് ശേഷം ഇങ്ങനെ ജോയിനിങ് ലൈൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ചരിഞ്ഞ ലൈൻ കൊടുക്കുക. ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു ഷേപ്പാണ് കാഫിന് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികൾ എഴുതുമ്പോൾ അവർ പിന്നീട് ആ ലൈൻ കൊടുക്കാൻ മറക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് എഴുതി തുടങ്ങിയാലും മതി. ഫസ്റ്റിൽ ഒരു വേർഡിൻ്റെ ഫസ്റ്റിൽ കാഫ് വരുമ്പോൾ ഈ ഒരു ഷേപ്പാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? ലാമിനാണ് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാഫ് രണ്ടാമത് ഞാൻ പറഞ്ഞു തന്നത് കാഫിന് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇനിഷ്യൽ വരുമ്പോൾ ഇങ്ങോട്ട് മാത്രമേ ലെറ്റേഴ്സ് ഉള്ളത് കാരണം കാഫിന് ഇങ്ങോട്ട് മാത്രം ലൈൻ കൊടുത്താൽ മതി, ജോയിനിങ് ലൈൻ. മിഡിലിൽ വരുമ്പോൾ രണ്ട് സൈഡും ജോയിനിങ് ലൈൻ വേണം. എന്താണ്? മിഡിലിൽ വരുമ്പോൾ രണ്ട് സൈഡിനും ജോയിനിങ് ലൈൻ വേണം. പക്ഷേ ലാസ്റ്റിൽ വരുമ്പോൾ കാഫ് ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം കാഫിൻ്റെ ഒറിജിനൽ ഷേപ്പ് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാഫ് ഞാനിവിടെ എഴുതുകയാണ്. ഇവിടെ കൂടി എഴുതാം. കാഫ്, ഇതാണ് കാഫ്. ഇനിഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ കാഫ് എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ ചെരിഞ്ഞ് വന്നതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഒരു ചെരിഞ്ഞ ലൈൻ കൊടുക്കുക. ഇതാണ് കാഫ്. മിഡിലിൽ വരുമ്പോഴും കാഫ് ഇതേ ഫോമിൽ തന്നെയാണ്. അങ്ങോട്ടും ജോയിനിങ് ലൈൻ ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻഡിൽ വരുമ്പോഴും കാഫ് ജോയിനിങ് ലൈൻ വന്നതിന് ശേഷം ഫുൾ ഫോമിൽ കാഫ് എഴുതും. ജോയിൻഡ് ഫോമിൽ കാഫ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. കാഫ് കാഫ് കാഫ്. അപ്പോൾ ശ്രദ്ധിക്കുക, കാഫിൻ്റെ ഷേപ്പ് കുറച്ച് ചരിഞ്ഞിട്ടാണ്, ലാമിനാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കാഫ് ഇങ്ങനെ ചെരിഞ്ഞ് ഉള്ള ഷേപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിക്കാം. ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഐനും ഫസ്റ്റ് ഐ പ്ലസ് രണ്ടാമത് ഞാൻ കാഫ് കൊടുത്തു പ്ലസ് നെക്സ്റ്റ് ഞാൻ തോ കൊടുത്തു പ്ലസ് ലാസ്റ്റ് ഞാൻ ഖോഫ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഷേപ്പുകളെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഐന് ഫസ്റ്റിൽ ഹാഫ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാഫ് എടുത്തു നമ്മൾ. ശ്രദ്ധിക്കുക, ഹാഫാണ് ഐന്. കാഫിന് ഡിഫറെൻറ്റ് ഷേപ്പാണ്. അതുകൊണ്ട് നമ്മൾ കാഫിന് മായ്ച്ചതിന് ശേഷം ഡിഫറെൻറ്റ് ഷേപ്പ് എഴുതി. ഐൻ കാഫ് ഐൻ കാഫ് ഡിഫറെൻറ്റ് ഷേപ്പ് എഴുതി. അടുത്തത് തോയാണ്. തോ എല്ലായിടത്തും ഒരേ ഷേപ്പാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യാസവും വരുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ വരുന്നത് കോഫാണ്. കോഫ് ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ അതുപോലെയാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ലെറ്ററാണ് ഐൻ കാഫ് തോ കോഫ്. അപ്പോൾ ഇത്രയും ലെറ്റർ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് നമ്മൾ
ലാം കൊടുത്തു ഫസ്റ്റിൽ, പ്ലസ് ഫ പ്ലസ് ഖൈൻ പ്ലസ് കാഫ്. ഇത്രയും നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ലാമിന് ഹാഫ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ലാമിൻ്റെ ഹാഫ് എടുത്തു നമ്മൾ. ഫായുടെയും ഹാഫാണ്, വ്യത്യാസമൊന്നുമില്ല. കുറച്ച് പൊക്കി എഴുതാം, കുറച്ച് താത്ത് എഴുതിയാലും കുഴപ്പമില്ല, ഒരു ഡോട്ടേ ഉള്ളൂ. ഫോ ഐനാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ശ്രദ്ധിക്കുക, ഐൻ ഇങ്ങനെ വന്നതിന് ശേഷം മുകളിലോട്ട് പോവുക, ട്രയാങ്കുലർ ഷേപ്പ് ഇങ്ങനെ വരിക, ഇങ്ങനെ. ഇതാണ് ഐൻ. ശ്രദ്ധിക്കുക, ഐനാണ് ടോട്ടലി ചേഞ്ച് ആവുന്ന ഒരു ലെറ്റർ. അതിനുശേഷം കാഫ് ഫുള്ളായിട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ ഫോമേഷനാണ് ഉണ്ടാകുന്നത് ഒരു ചേർത്തെഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം, ലെറ്റർ ജോയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാക്കുകൾ പഠിക്കാം. വാക്കുകൾ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തൊക്കെ മാത്രമേ പറ്റുകയുള്ളൂ. കൂടുതലും ഈ പിന്നെ അലിഫും ഇതൊക്കെ മാറ്റി വെച്ചേക്കുന്നത് കാരണം നമുക്ക് ആൽഫബറ്റ്സ് എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം വേർഡ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.